വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒക്കുലാർ ഫാർമക്കോളജി എന്ന് പറയുന്ന സിലബസിലെ ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദിച്ചതെന്ന് നോക്കാം. ഒക്കുലാർ ഫാർമക്കോളജിയിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകൾ കോമൺ ആൻറ്റിബയോട്ടിക്സ്, antifungals and antivirals used in ophthalmology, anti-glaucoma drugs, cycloplegic drugs, lubricating drugs, NSAIDs and steroids. ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൂറോക്വിനോലോൺ യൂസ്ഡ് ഇൻ ഒക്കുലാർ ഇൻഫെക്ഷൻസ്. DMEയുടെ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: ജെൻഡാമൈസിൻ, ബി സിപ്രോഫ്ലോക്സാസിൻ, സി ബാസിട്രാസിൻ, ഡി അസിത്രോമൈസിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സിപ്രോഫ്ലോക്സാസിൻ ആണ്. ഈ ഫ്ലൂറോക്വിനോലോൺ എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. സൾഫോണമൈഡ്സ്, ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ, പോളിപെപ്റ്റൈഡ്സ്, അതുപോലെ ഫ്ലൂറോക്വിനോലോൺ. അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഫ്ലൂറോക്വിനോലോൺ. ഇത് ചോദിച്ചതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാം. ഇതിൽ വരുന്ന ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഓരോന്നിലും വരുന്ന ഐ ഡ്രോപ്സ് ഏതൊക്കെയാണെന്നൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഡോസും കാര്യങ്ങളൊന്നും വേണമെന്നില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇതിൽ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ് സിപ്രോഫ്ലോക്സാസിൻ, അതുപോലെ നോർഫ്ലോക്സാസിൻ. സെക്കൻഡ് ജനറേഷനിൽ ഓഫ്ലോക്സാസിൻ, ലോമിഫ്ലോക്സാസിൻ, പെഫ്ലോക്സാസിൻ. തേർഡ് ജനറേഷനിൽ സ്പാർഫ്ലോക്സാസിൻ. ഫോർത്ത് ജനറേഷനിൽ വരുന്നതാണ് ഗാറ്റിഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ. എങ്ങാനും എക്സാം ടഫായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഏത് ജനറേഷനിലുള്ള ഐ ഡ്രോപ്സ് ആണെന്നൊക്കെ ചോദിക്കുള്ളൂ. എന്തായാലും ഈ ഫ്ലൂറോക്വിനോലോണിൽ വരുന്ന ഐ ഡ്രോപ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കാരണം ഇത് എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഈ ഐ ഡ്രോപ്സിൻ്റെയൊക്കെ ലാസ്റ്റ് ശ്രദ്ധിച്ചാൽ എല്ലാത്തിലും XACIN എന്ന് വരുന്നുണ്ട്, ക്സാസിൻ എന്ന് വരുന്നുണ്ട്. സിപ്രോഫ്ലോക്സാസിൻ, നോർഫ്ലോക്സാസിൻ, ഓഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ, കണ്ടില്ലേ, എല്ലാത്തിലും ലാസ്റ്റ് അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് സിപ്രോഫ്ലോക്സാസിൻ ആണെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ്, ഓഫ്ലോക്സാസിൻ ആണെങ്കിൽ സെക്കൻഡ് ജനറേഷനിലാണ്, മോക്സിഫ്ലോക്സാസിൻ എന്ന് പറയുന്നത് ഫോർത്ത് ജനറേഷനിലാണ്. ഇതാണല്ലോ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് പറ്റുന്നവർ മാക്സിമം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആൻറ്റി വൈറൽ ഈസ് നോട്ട് പ്രിഫേർഡ് ഇൻ സൈറ്റോമെഗാലോ വൈറസ് റെറ്റിനൈറ്റിസ്? ഓപ്ഷൻസ്: എ അസൈക്ലോവിർ, ബി ഗാൻസിക്ലോവിർ, സി വൽഗാൻസിഗ്ലോവിർ, ഡി സിഡോഫോവിർ. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? DMEയിലെ 2023 ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു ആൻസർ? ഓപ്ഷൻ എ അസൈക്ലോവിർ ആയിരുന്നു ആൻസർ. ആൻറ്റി വൈറൽ ഐ ഡ്രോപ്സിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ഐ ഡ്രോപ്സ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. ഫോർ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഇൻഫെക്ഷൻ, ഐഡോക്സുറിഡിൻ, വിഡറാബിൻ, ട്രൈഫ്ലൂറിഡിൻ, അസൈക്ലോവിർ, ഫാംസിക്ലോവിർ. ഇവയെല്ലാം പ്രൊലോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള, ലീസ്റ്റ് സൈഡ് എഫക്ട്സ് ആയിട്ടുള്ളത് ട്രൈഫ്ലൂറിഡിൻ ആണെന്നും കൂടെ ഓർത്ത് വെക്കുക. ഇനി ഫോർ ഹെർപ്പസ് സോസ്റ്റർ വൈറൽ ഇൻഫെക്ഷൻ, അസൈക്ലോവിർ, ഫാംസിക്ലോവിർ, വാലൻസിക്ലോവിർ, വിഡറാബിൻ, സോറിവുഡിൻ. ഇതിൽ അസൈക്ലോവിർ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഇൻഫെക്ഷൻ്റെ കേസിലും ഹെർപ്പസ് സോസ്റ്റർ വൈറസ് ഇൻഫെക്ഷൻ്റെ കേസിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർ CMV റെറ്റിനൈറ്റിസ്, ഗാൻസിക്ലോവിർ, ഫോസ്കാർനെറ്റ്, സിഡോവുഡിൻ. ഇത്രയാണ് CMV റെറ്റിനൈറ്റീസിനെ യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നത് മെയിൻലി. ഈ പറഞ്ഞവയും എല്ലാവരും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഡ്രഗ്സ് കോസ് സൈക്ലോപ്ലീജിയ എക്സെപ്റ്റ്? ഓപ്ഷൻസ്: എ എട്രോപ്പിൻ, ബി സൈക്ലോപെൻഡുലേറ്റ്, സി ഫീനലെഫ്രൈൻ, ഡി ഹോമട്രോപ്പിൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സൈക്ലോപ്ലീജിക് ഐ ഡ്രോപ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേബിൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കൂടെ കാണുക, PYQ സെക്ഷനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ യൂസ്ഡ് ഫോർ ഗ്ലോക്കോമ ട്രീറ്റ്മെൻറ്റ്? ഓപ്ഷൻസ്: ബീറ്റാക്സോലോൾ, ബി ലാറ്റിനോപ്രോസ്റ്റ്, സി പൈലോകാർപ്പിൻ, ഡി അസറ്റസോളമൈഡ്. ഇതിൻ്റെ ആൻസറും നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ PYQ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. DMEയുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ. അപ്പോൾ
അത് കാണാത്തവരുണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണുക, കാരണം അത് ടേബിൾ വെച്ചിട്ട് അതിലും നമ്മളെല്ലാം ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സൊക്കെ പറഞ്ഞതാണ്, ക്ലാസിഫിക്കേഷനൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഇൻക്രീസ് ഉബിയോസ്ക്ലിറൽ പാത്വേ? ഓപ്ഷൻസ് എ ഓസ്മോട്ടിക് ഡയോററ്റിക്സ്, ബി പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, സി മയോട്ടിക്സ്, ഡി ബീറ്റ ബ്ലോക്കേഴ്സ്. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? നമുക്കറിയാം ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ് IOP ലോവർ ചെയ്യുക ചെയ്യുന്നത്. അത് പല ടൈപ്പിൽ IOP ലോവർ ചെയ്യാം. ഒന്നുകിൽ ട്രെബ്യൂക്കുലർ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ ഉവിയോസ്ക്ലിറൽ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുക, അതും അല്ലെങ്കിൽ അക്യൂസ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുക. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ ഉവിയോസ്ക്ലിറൽ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ട്രബിക്കുലർ ഔട്ട്ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏത് ഗ്രൂപ്പിലായിരുന്നു വന്നിരുന്നത്? ഇതിൽ ഓപ്ഷനിലുള്ള ഒരു ഗ്രൂപ്പിൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അത് ഓർമ്മയില്ലാത്തവർ ആ ഒരു സെക്ഷൻ ഒന്നും കൂടെ കാണുക, PYQ സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻസ് എ ഹോമട്രോപിൻ കോസസ് മിഡ്രിയാസിസ് ആൻഡ് സൈക്ലോപ്ലീജിയ, ബി ഫിനലഫ്രൈൻ കോസ് മിഡ്രിയാസിസ്, സി ഫൈസോസ്റ്റിഗ്മൈൻ കോസ് മിയോസിസ്, ഡി ടിമലോൾ കോസസ് സൈക്ലോപ്ലീജിയ. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആയിരുന്നു. ടിമലോൾ എന്താണ്? ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ് ആണ്, ബീറ്റ ബ്ലോക്കേഴ്സിൽ വരുന്നതാണ്. ടിമലോൾ എന്ത് ചെയ്യുന്നില്ല? സൈക്ലോപ്ലീജിയ കോസ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ടിയറീസ്. ഓപ്ഷൻസ് എ ഫ്ലൂറസീൻ, ബി റോസ് ബംഗാൾ, സി ഹൈഡ്രോക്സി മീഥൈൽ സെല്ലുലോസ്, ഡി ഇൻഡോസയാനിൻ ഗ്രീൻ. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ സി ഹൈഡ്രോക്സി മീഥൈൽ സെല്ലുലോസ് ആയിരുന്നു. നമ്മളിത് ഡിസ്കസ് ചെയ്ത സമയത്ത് വേറൊരു എക്സാമ്പിൾ കൂടെ ആർട്ടിഫിഷ്യൽ ടിയറിന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോപ്പിക്കൽ NSAIDs ആർ ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ അസലാസ്റ്റിൻ, ബി ഡിക്ലോഫിനാക്, സി കെറ്റോറലാക്, ഡി ഫ്ലർബിപ്രോഫൻ. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ അസലാസ്റ്റിൻ ആയിരുന്നു. അസലാസ്റ്റിൻ ഏത് കാറ്റഗറിയിലാണ് വന്നതെന്നും അതിൽ ബാക്കിയുള്ള ആ കാറ്റഗറിയിൽ വരുന്ന വേറെയുള്ള ഐ ഡ്രോപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അസലാസ്റ്റിൻ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഫോടെറിസിൻ ബി ഈസ്. ഓപ്ഷൻസ് എ an antihistamine, B an antifungal agent, C a lubricating agent, D a local anesthetic agent. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ബി an antifungal agent ആയിരുന്നു. ആൻറ്റിഫംഗൽസിന് വേറെയും എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സെക്ഷന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ടൈം കളയുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒക്കുലർ സൈഡ് എഫക്ട്സ് ഓഫ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആർ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ പോസ്റ്റീരിയർ സബ്കാപ്സുലർ കാറ്ററാക്ട്, ബി ഗ്ലോക്കോമ, സി സെക്കൻഡറി ഇൻഫെക്ഷൻ, ഡി മാക്കുലർ എഡിമ. ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി മാക്കുലർ എഡിമയാണ്. ഇതും ടെക്സ്റ്റിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒക്കുലർ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൻ്റെ ഒക്കുലർ സൈഡ് എഫക്ട്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? ഗ്ലോക്കോമ, കാറ്ററാക്ട്, ആക്ടിവേഷൻ ഓഫ് ഇൻഫെക്ഷൻ, അതുതന്നെയാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഗിവൻ ഇൻ ഹെർപ്പറ്റിക്, ഫംഗൽ ആൻഡ് ബാക്ടീരിയൽ കെരറ്റൈറ്റിസ്, ഡ്രൈ ഐ ആൻഡ് ടോസിസ്. ഇതൊക്കെ AK ഖുറാനയുടെ കോംപ്രഹെൻസീവ് ഓഫ്താൽമോളജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ആൻറ്റി ഗ്ലോക്കോമ മെഡിക്കേഷൻസ് എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ ലാറ്റിനോപ്രോസ്റ്റ്, ബി നാദാസുഡിൽ, സി നാറ്റാമൈസിൻ, ഡി അസറ്റസോളമൈഡ്. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി നാറ്റാമൈസിൻ ആണ്. നാറ്റാമൈസിൻ എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ ആണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 11 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ DME ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫാർമക്കോളജിയുടെ പാർട്ടിൽ നിന്നും ചോദിച്ചത്. 10 മാർക്കാണ് നമുക്കിപ്പോൾ ഫാർമക്കോളജിക്ക് ഉള്ളത്. 11 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ സൈക്ലോപ്ലേജിക്. ഓപ്ഷൻസ് എ എട്രോപ്പിൻ, ബി ഹോമട്രോപ്പിൻ, സി സൈക്ലോപെൻഡുലേറ്റ്, ഡി ഫിനലഫ്രൈൻ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DHS 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഫിനലഫ്രൈൻ ആണ്. ബാക്കിയെല്ലാം സൈക്ലോപ്ലേജിക് ഐ ഡ്രോപ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ടസ്റ്റ് ആക്ടിംഗ് സൈക്ലോപ്ലേജിക് ഈസ്. ഓപ്ഷൻസ് എ ഫിനലഫ്രൈൻ, ബി ട്രോപ്പിക്കാമൈഡ്, സി ഹോമട്രോപ്പിൻ, ഡി സൈക്ലോപെൻഡുലേറ്റ്. ഇതിൻ്റെ ആൻസർ PSC കൊടുത്തത് ഓപ്ഷൻ ഡി സൈക്ലോപെൻഡുലേറ്റ് ആയിരുന്നു. ഷോർട്ടസ്റ്റ് ആക്ടിംഗ് മിഡ്രിയാറ്റിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് ട്രോപ്പിക്കാമൈഡ് എഴുതാം.
എന്നാൽ ഷോർട്ടസ്റ്റ് ആക്ടിങ് സൈക്ലോപ്ലേജിക്സ് എന്ന് ചോദിച്ചാൽ ഈ ട്രോപ്പിക്കാമൈഡിനെ സൈക്ലോപ്ലേജിക് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ട്രോപ്പിക്കാമൈഡ് തന്നെയാണ് ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ PSCയുടെ ആൻസർ കീ സൈക്ലോപെൻഡോലേറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബ്രോഡ് സ്പെക്ട്രം ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക് ഈസ്. ഓപ്ഷൻസ്: എ മോക്സിഫ്ലോക്സാസിൻ, ബി ലീവോഫ്ലോക്സാസിൻ, സി ജെൻഡാമൈസിൻ, ഡി ടോബ്രാമൈസിൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മോക്സിഫ്ലോക്സാസിൻ ആണ് കൊടുത്തിരുന്നത്. മോക്സിഫ്ലോക്സാസിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്ലൂറോക്വിനലോൺ, അതായത് ആൻറ്റിബയോട്ടിക്സിൽ ഫ്ലൂറോക്വിനലോൺ എന്ന് പറയുന്ന ഡ്രഗ്സ് ഗ്രൂപ്പിൽ 4th ജനറേഷനിൽ വന്നതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റി ഫംഗൽ ഡ്രഗ് യൂസ്ഡ് ഫോർ കോർണിയൽ അൾസർ. കോർണിയൽ അൾസറിന് യൂസ് ചെയ്യുന്ന ആൻറ്റി ഫംഗൽ ഡ്രഗാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: എ നാറ്റമൈസിൻ, ബി അസൈക്ലോവിർ, സി ജെൻഡാമൈസിൻ, ഡി ഗാൻസിക്ലോവിർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ നാറ്റമൈസിൻ ആണ്. ബാക്കിയുള്ള അസൈക്ലോവിറും ഗാൻസിക്ലോവിറും ആൻറ്റി വൈറൽസ് ആണ്. ജെൻഡാമൈസിൻ എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ഓപ്ഷൻസ്: എ ബ്രിമോണിഡിൻ, ബി ലാറ്റ്നോപ്രോസ്റ്റ്, സി ഡോർസോളമൈഡ്, ഡി ബ്രിൻസോളമൈഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സിൻ്റെ മുമ്പ് പറഞ്ഞ ആ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ യൂസ് ചെയ്യുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ഏതാണ്? ഓപ്ഷൻ ബി ലാറ്റ്നോപ്രോസ്റ്റ് ആണ്. പ്രോസ്റ്റ് എന്ന് വരുന്നവയെല്ലാം പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സിൽ വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഓപ്ഷൻ എ ബ്രിമോണിഡിൻ എന്തിൽ വരുന്നതായിരുന്നു? അഡ്രിനർജിക് അഗോണിസ്റ്റിൽ വരുന്നതായിരുന്നു. ഡോർസോളമൈഡും ബ്രിൻസോളമൈഡും കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു സോളമൈഡ് എന്ന് വരുന്നവയെല്ലാം അധികവും കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രോങ്ങസ്റ്റ് സൈക്ലോപ്ലേജിക് മിഡ്രിയാറ്റിക് ഡ്രഗ് ഈസ്. ഓപ്ഷൻസ്: എ അട്രോപ്പിൻ, ബി ഹോമട്രോപ്പിൻ, സി സൈക്ലോപെൻഡോലേറ്റ്, ഡി ട്രോപ്പിക്കാമൈഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. ഓപ്ഷൻ എ അട്രോപ്പിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്ലോപ്ലേജിക്സ്. ഓപ്ഷൻസ്: എ സ്റ്റിമുലേറ്റ് അക്കോമഡേഷൻ, ബി ഇൻഹിബിറ്റ് അക്കോമഡേഷൻ, സി ബ്ലർ ഡിസ്റ്റൻറ്റ് വിഷൻ, ഡി പ്രൊഡ്യൂസ് മിയോസിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഇൻഹിബിറ്റ് അക്കോമഡേഷൻ ആണ്. സൈക്ലോപ്ലേജിക്സ് എന്താ ചെയ്യുന്നത്? സിലറി മസിലിനെ പാരലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി അക്കോമഡേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഇവിടെ ഓപ്ഷൻ സിയിൽ ബ്ലർ ഡിസ്റ്റൻറ്റ് വിഷന് പകരം ബ്ലർ നിയർ വിഷൻ ആണ് തന്നിരുന്നെങ്കിൽ അതുകൂടെ ആൻസർ വരുമായിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞ 11 ക്വസ്റ്റ്യൻസ് DMEയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അടുത്ത 7 ക്വസ്റ്റ്യൻസ് DHSൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻസും ആണ് ഫാർമക്കോളജിയുടെ പാർട്ടിൽ നിന്നും. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നാളെയോ മറ്റൊന്നോ ആയിട്ട് ഒരു ക്ലാസ്സും കൂടെ ഫാർമക്കോളജിയുടെ അപ്ലോഡ് ചെയ്യാം. അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇക്കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ സെക്ഷനിൽ നമ്മൾ പറയാത്ത കാര്യങ്ങൾ ഓൾറെഡി മുമ്പത്തെ സെക്ഷനുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് കണ്ടാലേ ഇതൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.